ഇടുക്കി പുല്ലമ്പാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റ് 24 പേർ ചികിത്സയിലാണ്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഡ്രൈവർ പറയുന്നത്. അടിയന്തര അന്വേഷണത്തിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായമായി ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ KSRTC നൽകും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. മാവേലിക്കര സ്വദേശികളായിട്ടുള്ള രമ, അരുൺ, സംഗീത്, ബിന്ദു എന്നിവരാണ് ഈ അപകടത്തിൽ KSRTC അപകടത്തിൽ ഈ പുല്ലുപാറയ്ക്ക് സമീപം ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വാഹനാപകടം നടന്ന സ്ഥലത്താണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള ഈ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് ഈ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു വളവുണ്ട്, ആ വളവ് നിവർത്തണമെന്നുള്ളൊരു ആവശ്യം പലപ്പോഴായിട്ട് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അത് നടത്തി കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയാണെങ്കിൽ പോലും വളരെ ചെറിയ വീതി മാത്രമാണ്, 2 വാഹനങ്ങൾ കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതി മാത്രമാണ് ഈ വഴിക്കുള്ളത്. KSRTC ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ബാരിക്കേഡിലേക്ക് ഇടിക്കുകയായിരുന്നു. ബാരിക്കേഡിൽ ഇടിച്ച് ബാരിക്കേഡ് പറിച്ചുകൊണ്ട് ഈ KSRTC ബസ് താഴേക്ക് പതിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാഹനത്തിൽ 37 പേരാണ് ഉണ്ടായിരുന്നത്. 3 KSRTC ജീവനക്കാർ ഉൾപ്പെടെ 37 പേര് വാഹനത്തിലുണ്ടായിരുന്നു. സംഭവം നടന്നതിന് പിന്നാലെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും പിന്നെ മറ്റു വാഹനയാത്രികരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ആദ്യഘട്ടത്തിൽ ബസ് വടം കെട്ടി നിർത്തിയതിനു ശേഷം അതിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ കൊണ്ടുപോകുന്ന ആദ്യഘട്ടത്തിലൊന്നും മരണം സംഭവിച്ചിട്ടില്ല. ആശുപത്രിയിലെത്തിയതിനു ശേഷമാണ് ഈ മരണമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ 24 പേർ ചികിത്സയിലുണ്ട്. 21 പേർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും ഒരാൾ പാലാ മെഡിസിറ്റിയിലും അതുപോലെ തന്നെ 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇന്ന് പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു വഴിയാണ്. ശബരിമല തീർത്ഥാടന കാലമായതുകൊണ്ട് തന്നെ തീർത്ഥാടക വാഹനങ്ങൾ, അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു വഴിയാണ്. അവിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ ക്രാഷ് ബാരിയറുകളാണെങ്കിൽ പോലും വേണ്ടത്ര ബലത്തിലല്ല സ്ഥാപിച്ചിരുന്നത്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുകയാണ്. ഇത് നല്ല രീതിയിൽ ബലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ബസ് ഇവിടെ തടഞ്ഞു നിന്നേനെ. പക്ഷെ അത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഈ തിട്ടയിടിഞ്ഞ് ക്രാഷ് ബാരിയർ മറിഞ്ഞ് ബസ് താഴേക്ക് പോവുകയായിരുന്നു. എന്തായാലും വലിയ ദുരന്തത്തിലേക്ക് പോയില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. 4 പേർ മരിച്ചത് സങ്കടകരമായ കാര്യമാണെങ്കിൽ പോലും ഇതിന് താഴെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഒന്നുകൂടെ പോവുകയാണെങ്കിൽ 20 അടി താഴ്ചയിൽ ബസ് തങ്ങി നിന്നു. റബ്ബർ മരമാണ്, റബ്ബർ മരത്തിൽ തങ്ങി നിന്നു. അതിന് താഴേക്ക് പോയാൽ വലിയ കൊക്കയാണ്. 500 അടി താഴ്ചയിലേക്ക് ഈ ബസ് ഒരുപക്ഷെ പോയേനെ. അങ്ങനെ പോയിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്താൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നേനെ. എന്തായാലും അത് ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ എന്തായാലും മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.